എൻ്റെ പേര് ദിയ. ഞാൻ 7th പഠിക്കുന്നു. അമ്മ മാതാവിന് ഈശോയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്കൊരു എക്സാം ഉണ്ടായിരുന്നു. സാൻസ്ക്രിറ്റും ഹിന്ദിയും ആയിരുന്നു. അത്രയും ദിവസം അമ്മയായിരുന്നു എന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഒരു ദിവസം അമ്മ പുറത്തു പോയപ്പം ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഞാനും എൻ്റെ അനിയനായിരുന്നു ഉണ്ടായിരുന്നത്. എൻ്റെ അനിയനെ അവൻ കളിക്കുന്ന സൗണ്ട് കൊണ്ട് എനിക്ക് പഠിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ അവനെ പുറത്തു വിട്ടു. ഞാൻ വാതിലടച്ചു. എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ലായിരുന്നു, പഠിക്കാനും കഴിയുന്നില്ലായിരുന്നു. ഞാൻ രൂപക്കൂടിൻ്റെ അടുത്ത് പോയി ഞാൻ മാതാവിനോട് മുട്ടുകുത്തി ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് പഠിക്കാൻ കഴിയുന്നില്ല, വായിക്കാൻ കിട്ടുന്നില്ല, ഭയങ്കര ടഫാണ്, എനിക്ക് മാതാവ് പറഞ്ഞു തരണം, എനിക്ക് ഒട്ടും പഠിക്കാൻ കഴിയുന്നില്ല, പഠിക്കാനുള്ള ബുദ്ധി തരണം എന്ന് പറഞ്ഞു. ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു കരഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ റൂമിലേക്ക് കയറിപ്പോയി. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന രൂപക്കൂട്ടിലേക്ക് നോക്കിയപ്പം ഒരു കുഞ്ഞ് ഒരു തീപ്പാളം പോലെ താഴേക്ക് വീഴുന്നു. അപ്പം ഞാൻ അങ്ങോട്ട് ഓടിച്ചേർന്നു. അപ്പോഴത്തേക്ക് മാതാവ് അവിടെ നിൽക്കുന്നതാണ് കണ്ടുകൊണ്ടിരുന്നത്. മാതാവ് എന്നിട്ട് ഞാൻ മുട്ടുകുത്തി അവിടെ നിന്നു. മാതാവ് എൻ്റെ തലയിൽ തൊട്ട് എന്നെ അനുഗ്രഹിച്ചു. എൻ്റെ തല ഫുള്ള് മാതാവിൻ്റെ കൈയായിരുന്നു. ഭയങ്കര തണുപ്പൊക്കെ ആയിരുന്നു. എനിക്ക് കയ്യും കാലൊക്കെ വിറത്ത് തണുത്തിരിക്കുമായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ ഓടിപ്പോയി. അപ്പോഴത്തേക്ക് മാതാവ് അവിടെ നിന്ന് പോയായിരുന്നു. ഞാൻ വേഗം വാതിൽ തുറന്നു എൻ്റെ അനിയന് ഞാൻ പറഞ്ഞു. എൻ്റെ അനിയന് വേഗം പേടിച്ചു പോയി. പിന്നെ അമ്മേനെ വിളിച്ചു. അമ്മ വന്നിട്ട് എന്നോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ മാതാവിനെ കണ്ടത് മാതാവിൻ്റെ ഇവിടെ ഇരിക്കുന്ന ആ രൂപമല്ല, മാതാവിനെ പോലെ തന്നെയായിരുന്നു. പക്ഷേ ഡ്രസ്സിന് ഈ കളറല്ലായിരുന്നു, ഒരു റോസും വൈറ്റും ഒക്കെ ആയിരുന്ന കളറായിരുന്നു. ഞാനങ്ങനെ അമ്മ എല്ലാ കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലായി. പിന്നെ ആ പരീക്ഷയ്ക്ക് എനിക്ക് നല്ല രീതിയിൽ തന്നെ മാർക്ക് ഉണ്ടായിരുന്നു. 25-ൽ 25, 24 അങ്ങനെയായിരുന്നു. സാൻസ്ക്രിറ്റിലും ഹിന്ദിയിലൊക്കെ മാർക്ക് ഉണ്ടായത്. അമ്മ മാതാവിന് ഈശോയ്ക്ക് ഞാൻ നന്ദി പറയുന്നു.